കിച്ചുവിന്റെ പിറകെ പോവണ്ട, പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ എനി വൺ, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ യു ആൾ. ഓക്കെ, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം. എല്ലാവർക്കും നമസ്കാരം. രേണു ഏറിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കൂടെ ഇപ്പൊ ബിഷപ്പും പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്ന റെസ്പെക്ട് ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഇല്ലാണ്ടായി. കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കാണാം, ഒരു മനുഷ്യൻ പോലും നല്ലതാണ് എന്ന് പറയുന്നത് ഞാൻ കണ്ടില്ല. ഇനി ഞാൻ കാണാത്തതാണോ അതോ ഇല്ലാത്തതാണോ ഒരു പിടിയില്ല. നാട്ടുകാർ മൊത്തം പൂരത്തെളിവിളി. ഇയാൾ ഒരു ബിഷപ്പാണോ, ഒരു ബിഷപ്പിന് ചേർന്ന പണിയാണോ? ഇപ്പോൾ ഒരു ബിഷപ്പെന്ന് പറയുമ്പോൾ രണ്ട് ആൾക്കാർ തമ്മിൽ പ്രശ്നത്തിൽ വന്നെന്ന് വെച്ചോ, രണ്ട് ആൾക്കാർ പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ നടുക്കുന്ന പ്രശ്നം പരിഹരിക്കാനേ നോക്കത്തുള്ളൂ. പകരം ഇവിടെ രേണുവാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിനെ അടിച്ചു വെള്ളിക്കളഞ്ഞ്, പണ്ട് കിച്ചുവാണ് ശരി എന്ന് പറഞ്ഞ് രേണുവിനെ അടിച്ചു വെള്ളിക്കളഞ്ഞ്. ഇതൊക്കെയാണ് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ബിഷപ്പിന് ചേർന്ന പണിയല്ല ബിഷപ്പ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാരിപ്പോൾ പറയുന്നത്. എന്തായാലും ഇരന്ന് വാങ്ങിച്ചതെന്ന് ഞാൻ പറയത്തുള്ളൂ. അമ്മാതിരി നെഗറ്റീവ്, ഒരു കുഴപ്പമില്ലാണ്ട് മര്യാദയ്ക്കിരുന്ന ആളായിരുന്നു. ഇപ്പം പൂര നെഗറ്റീവും പൂരത്തള്ളക്കി വിളി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എന്തായാലും ബിഷപ്പ് വേണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഇത് വേണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്തുവാ കാണിച്ചതെന്നുള്ളൊരു ചോദ്യമാണ്. പണ്ട് രേണുവിനെ പൂര വിമർശിച്ച്, രേണുവാണ് തെറ്റ് എന്നുള്ള പക്കയായിട്ട് വിമർശിച്ചുകൊണ്ട് നിന്ന് ശരികൾക്കൊപ്പം നിൽക്കുകയും, എന്നാൽ ഇപ്പൊ വന്നിട്ട് രേണു അന്ന് ചെയ്തതെല്ലാം ശരിയാണ്, രേണുവാണ് ശരി, രേണുവിനെ പോലെ വേറെ ആരുമില്ല, രേണുവിനെ പോലെ രേണു മാത്രം എന്നുള്ള സെറ്റപ്പിൽ ഫുള്ള് രേണുവിന് സൈഡ് പിടിച്ച് രേണു പണ്ട് ചെയ്തതടക്കം ശരിയെന്നുള്ള രീതിയിലായി മാറിയിരിക്കുകയാണ് ബിഷപ്പിന്റെ നിലപാട്. അവിടെ മൊത്തം ഫ്ലോപ്പായി. നാട്ടുകാരാണ് പൂരത്തെറിവിളി. പ്രത്യേകിച്ച് അവനൊരു കൊച്ചു പയ്യനല്ലേ, അവൻ്റെതായ തെറ്റുകളും തെറ്റുകുറ്റങ്ങളൊക്കെ ഉള്ളൊരു പയ്യനാണ്. എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുത്താൽ അവൻ്റെ മുന്നോട്ടുള്ള ലൈഫ് നന്നായിട്ട് പോകും. അല്ലാണ്ട് നമ്മൾ തീർത്ത് വെട്ടി വീഴ്ത്തിയിട്ട് ചവിട്ടിത്താഴ്ത്താനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ചെയ്യുന്നവർ ചെയ്തു. എനിക്കതേ പറയാനുള്ളൂ. രേണുവിൻ്റെ അടുത്തായാലും, രേണു ഒരു തെറ്റായാലും 9 തെറ്റായാലും തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നീ ഇപ്പോൾ അവനെ പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നീ സേഫ് ആവാനോ അല്ലെങ്കിൽ നിനക്ക് സഹതാപം പിടിച്ച് പറ്റാനാണോ നോക്കുന്നതെങ്കിൽ നീ അടക്കം നാറും എന്നുള്ളതാണ് മറ്റൊരു സത്യം. ആരാണ് നിനക്ക് ഈ ഐഡിയോളജിയൊക്കെ ഷെയർ ചെയ്തതെന്ന്, നിന്നെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് നിന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇത്രയും വലിയൊരു അസുഖം വന്നിട്ട് പോലും നാട്ടുകാരുടെ വായിലിരിക്കുന്ന തെറി വിളി കേൾക്കേണ്ട ഒരു ഗതികേട് രേണുവിന് വന്നിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. കിച്ചു ബിഗ് ബോസിലൊക്കെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചൊറി തുടങ്ങിയതാണോ എന്താണെന്നൊന്നും ഒരു പിടിയില്ല. അവൻ ബിഗ് ബോസ് ഉണ്ടോ ഇല്ല വോട്ട് ഓവർ ഇറ്റ് ഈസ്, അത് പിന്നത്തുള്ള കാര്യം. പക്ഷെ ഒരു പോവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഒരുപാട് മലയാളി പ്രേക്ഷകർ സീരിയൽ കാണുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഒരുപാട് സ്ത്രീകളൊക്കെ വീട്ടിലിരുന്ന് പ്രായമായവരൊക്കെ സീരിയൽ കണ്ട് സീരിയൽ അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിച്ചുവിന് അതിനേക്കാൾ ഓഡിയൻസും സപ്പോർട്ടും ഉണ്ടെന്ന് തോന്നുന്നു. അതിപ്പം കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും അല്ലാതെ യൂത്തിൻ്റെ ഇടയിൽ നിന്നും ഒക്കെ നല്ല സപ്പോർട്ട് കിച്ചുവിനുണ്ട്. ഓക്കെ, നല്ലതാണ്. പയ്യൻ ജീവിക്കട്ടെന്നേ ഞാനും പറയത്തുള്ളൂ. ഇപ്പം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിന്നവരും എല്ലാവരും തെറ്റൊക്കെ ഉണ്ട്, എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവനെ ക്രൂശിച്ചിട്ട് ചെളിവാരി അടിച്ചിട്ട് നമ്മൾ എന്തോ നേടിയെന്ന് പറഞ്ഞിരിക്കാനാണെങ്കിൽ രേണുവിൻ്റെ തീരുമാനമെങ്കിൽ മണ്ടത്തരമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവത്തോട് മനസ്സുരുകി ചെയ്ത തെറ്റുകളും എല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവം കരുണ കാണിക്കും. ദൈവം കരുണ കാണിക്കാതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥിക്കും, മനസ്സുരുകി പ്രാർത്ഥിക്കും, മനസാക്ഷി തൊട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, അതുപോലെ ബിഷപ്പിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോലത്തെ ഒരു ഇത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം ചീപ്പ് ഷോ കാണിച്ചത് വളരെ മോശമാണ് കേട്ടോ. ഉള്ള അഭിപ്രായങ്ങൾ പറയാമല്ലോ. ഇനി നമുക്ക് രേണുവിൻ്റെ ഒരു പോസ്റ്റ് കാണിക്കാം. രേണു എന്താ ഈ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. രേണു സുധി, എൻ്റെ മോൻ ഋതപ്പൻ, മോൻ്റെ അവകാശം ഈ അമ്മയ്ക്ക് മാത്രമായിരിക്കും. എൻ്റെ മരണം വരെ എൻ്റെ ഋതപ്പനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൻ എൻ്റേത് മാത്രമായിരിക്കും. ആരും അവൻ്റെ പേരിൽ റീച്ച് ഉണ്ടാക്കാനോ സെൻറ്റിമെൻ്റൽ ഗെയിം വർക്കൗട്ട് ചെയ്യാനോ നോക്കണ്ട. തരില്ല എൻ്റെ മോൻ. ഇത് വേറെ ആരും ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ്. എന്തായാലും അക്ഷരത്തെറ്റൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ട്. വേറെ അക്ഷരത്തെറ്റൊന്നുമില്ല. മംഗ്ലീഷ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. രേണുവാണ് ടൈപ്പ് ചെയ്തെങ്കിൽ നോക്കണ്ട. പിന്നെ ഇപ്പോൾ രേണു ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ മോൻ്റെ അവകാശം പറഞ്ഞ് ആരും വരണ്ട, അവനെ ഞാൻ നോക്കിക്കോളാം, ആരും സെൻറ്റിമെൻ്റൽ വർക്കൗട്ടിന് ഇറങ്ങണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. രേണുവിൻ്റെ ഇഷ്ടം, നിൻ്റെ മോനെ നീ തന്നെ നോക്കണം, നല്ലതാ.
ആ മോനോടുള്ള സ്നേഹമെങ്കിലും യാഥാർത്ഥ്യമായാൽ വളരെ നല്ലത്. ഓക്കെ, ഇനിയെങ്കിലും ആ മോനോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാക്കിയാൽ. ഇപ്പോൾ രേണു പറയുന്നുണ്ടായിരുന്നു കിച്ചുവിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എല്ലാം കയ്യിൽ നിന്ന് അങ്ങ് പോകുന്നു. ആ കിച്ചുവിനെ തന്നെ നീ മോനെ മക്കളെ തേനെ പാലേന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ മുന്നിലോട്ട് പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് നാടകങ്ങൾ കുറച്ച് കുറയ്ക്കുന്നത് ബെറ്റർ ആയിരിക്കും രേണുസുതി എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു പോസ്റ്റ് കൊടുക്കാം. അകലം കുറയുന്നു എന്ന് പറഞ്ഞിട്ട് സുധിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ രേണു കാണിക്കുകയാണ്. അകലം കുറയുന്നു, ഐ ഫീൽ ഇറ്റ്. അതായത് സുധിച്ചേട്ടനുമായിട്ട് ഇപ്പം നല്ല അകലത്തിലാണ് നിൽക്കുന്നത്. അകലത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ഭൂമിയിലും സുധിച്ചേട്ട ആകാശത്തും. മരണപ്പെട്ടു പോയി, ആത്മാവ് പോയി, ആ ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്നാൽ ഇപ്പൊ രേണു പറയുന്നത് അകലം കുറയുന്നു എന്ന് പറയുമ്പോൾ, ഐ ഫീൽ ഇറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു സെന്റിമെന്റൽ സാധനമാണ് രേണു ഇവിടെ അടിച്ചു വയ്ക്കുന്നത്. സ്വാഭാവികം, നല്ലതാ. എന്തോ ഇമാതിരി തൊട്ടിപ്പരിപാടിയൊക്കെ ചെയ്യാതിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ നാട്ടുകാർക്ക് കുറേ പേർക്കൊക്കെ ചിലപ്പോൾ രേണു കുഴപ്പമില്ല എന്ന് തോന്നും. കുറേ പേര് പുച്ഛിച്ച് തള്ളും, കുറേ പേര് സപ്പോർട്ട് ചെയ്യും. എന്തിന് വെറുതെ നാട്ടുകാരുടെ ഇരിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുന്നത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാണ്. ഞാൻ പണ്ട് രേണുവിൻ്റെ കണ്ടന്റ് ഇങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. വലിച്ചീര ഒട്ടിക്കേണ്ട സ്ഥലത്ത് ഒട്ടിക്കും, വലിച്ചീര എടുത്ത് വെളി എറിയേണ്ട സ്ഥലത്ത് എറിയും. പക്ഷെ ഇപ്പം ഞാനൊരു അയവ് തന്നു. അതിൻ്റെ റീസൺ നിൻ്റെ ഈ രോഗാവസ്ഥയാണ്. ഇപ്പം നിനക്ക് ഈ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നീ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിക്കാതിരിക്കുക. അകലം കുറയുന്നു എന്തിന് വെറുതെ? ആരെ കാണിക്കാൻ? സുധിച്ചേട്ട ഇതുവല്ലം കാണുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കൊണ്ട് അകലം കുറയുന്ന ഐ ഫീൽ ഇറ്റ്, അതായത് ഞാൻ മരണത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രേണു. നമ്മൾ സഹതാപം പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. എല്ലാ മനുഷ്യരിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പുറത്ത് നമ്മുടെ ആ ഒരു രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ മനുഷ്യന്മാരാവുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ കാട്ടവരാതൊക്കെ കാണിക്കുന്നത് തെറ്റാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്നതാണ്. ഇങ്ങനെ അകലം കുറയുന്നു, ഐ ഫീൽ ഇറ്റ്, ഞാൻ സുധിച്ചേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് സഹതാപം പിടിച്ചു പറ്റി നാട്ടുകാരുടെ സഹതാപം പിടിച്ചിട്ട് എന്നാത്തിന്? എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, എന്തിനാ? നാട്ടുകാർ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ രേണുവിനെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ വേറെ റൂഹിജാൻ എന്ന് പറയുന്ന അവരുടെ കുറച്ച് വർത്തമാനങ്ങളുണ്ട്, ഞാനൊന്ന് കൊടുക്കാം. അതായത് കിച്ചുവിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതിനെ പറ്റിയും ആത്മാക്കളുടെ ഒരു കണക്ഷനുമായി ബന്ധപ്പെട്ട് ഒക്കെ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. കിച്ചുവിന്റെ പിറകെ പോവാൻ പാടില്ല, അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ യു ആൾ. ഓക്കെ, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. റേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗാഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ. അതായത് റൂഹിജാൻ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിന് ജീവിതത്തിലോട്ട് തിരിച്ചു വരണമെങ്കിൽ, എല്ലാ അസുഖങ്ങളും മാറി ജീവിതത്തിലോട്ട് തിരിച്ചു വരണമെങ്കിൽ രേണുവിനെ അറിയാന്നുള്ള കുറച്ച് സത്യങ്ങളുണ്ട്. അത് ഈ ഗോൾഡുമായി റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അത് തുറന്നു പറയണം. അത് പറഞ്ഞാൽ മാത്രമേ രേണുവിന് തിരിച്ച് ജീവിതത്തിലോട്ട് വരാൻ പറ്റൂ എന്നൊക്കെയാണ് റൂഹിജാൻ പറയുന്നത്. അവരുടെ ഐഡിയോളജിയിൽ, അവരുടെ അന്വേഷണത്തിലും, അവർ മറ്റേ ഈ ആത്മാക്കളോട് സംസാരിക്കുന്ന ആ ഒരു സെറ്റപ്പ് എന്തോ ഒരു പരിപാടിയാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവർ ആത്മാക്കളോട് സംസാരിച്ച് അവർ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എനിക്കറിയത്തില്ല ഇതിൽ എത്രത്തോളം ഇതുണ്ടെന്ന്. പിന്നെ ഞാൻ ഈ പറയുന്നത് പോലെ എനിക്ക് ആത്മാക്കൾ അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഒരു എനർജിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എനർജിയിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസമാണ് കേട്ടോ, നിങ്ങൾ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, എൻ്റെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അവരെന്തൊക്കെ പറയുന്നുണ്ട്, അവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എനിക്കറിയത്തില്ല, സീരിയസ്ലി പറയാം. കാരണം ഞാൻ ആ ഒരു ആത്മാവിൻ്റെ സംസാരിച്ചിട്ടില്ല. പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡിൻ്റെ കടത്തുമായി ബന്ധപ്പെട്ട് രേണുവിന് എന്തൊക്കെയോ അറിയാം. അത് രേണു തുറന്നു പറയണം. അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ രേണു തിരിച്ച് ജീവിതത്തിലോട്ട് വരും എന്നാണ് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. നമുക്ക് കേൾക്കാം. ബിഷപ്പിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. ബിഷപ്പ് ഷെയിം ഓൺ യു തന്നെയാണ്. കാരണം ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇപ്പൊ ചെയ്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഏറി തന്നെയാണ് എന്നോന്തോ താഴെ ഇറങ്ങുന്നത്. കാണാം. ബിഷപ്പ് റേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. റേണു ബിഷപ്പിന്റെ നേരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിഷപ്പ് ഫൊർഗീവ് ചെയ്തത്
It's a great thing because you're a bishop. You have to do that, right? Cheeru. But why did you go behind Kichu? Kichune perage endina pone? Kichune perage bishop endina pone? I want to get that answer. Why? Why are you doing that? You proved very clearly. You proved very well that you don't deserve to be bishop anymore. Okay? In a position ഇരിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല ബിഷപ്പ്. I don't think you will sit more in that position again. ഓക്കെ, ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷനുണ്ട്, ഒരു നാട്ടുകാർക്ക് ബഹുമാനമുള്ള ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു പൊസിഷൻ. ആ പൊസിഷനിൽ ഇനി ബിഷപ്പിന് ഇരിക്കാൻ യോഗ്യതയില്ല എന്നാണ് ഇവിടെ റൂഹിജാൻ പറയുന്നത്. സീരിയസ്ലി അത്രയും നെഗറ്റീവ് വാങ്ങി വെച്ചു ബിഷപ്പ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ആ പൊസിഷൻ്റെ ആ ഒരു വാല്യൂ മറന്ന് കളിച്ചു എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, 10-24 വയസ്സായ ഒരു പയ്യനെ പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി അവനെ നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരാളാണ് അവനെ ഈ പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുത്തത്. രേണു പണ്ട് കാണിച്ച കോപ്രായം പോലെ പേക്കൂത്ത് പോലെ അല്ല. രേണു എന്ന് പറയുന്ന വ്യക്തി ഒരു സമയത്ത് എന്തൊക്കെ തൊട്ടിത്തനം കാണിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പല തൊട്ടിത്തനങ്ങളും ഞാനും നിങ്ങളും അടക്കം കണ്ടതാണ്. അപ്പം അത്തരം കാര്യങ്ങളെ വെറും തൊട്ടിത്തനം ആയതുകൊണ്ട് നമ്മൾ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കിച്ചു വന്നിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു തൊട്ടിത്തനമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ രേണുവിനെതിരെ അവൻ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ എന്താ തെറ്റാണോ? കിച്ചു പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളല്ലേ? അപ്പോൾ രേണുവിനെതിരെ ഒരു വീഡിയോ ഇട്ടത് കൊണ്ട് ഈ ബിഷപ്പ് വന്നിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട്, രേണുവിനെ ഓക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ അത് ഇങ്ങനെയല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സപ്പോർട്ട് ചെയ്തിട്ട് കിച്ചുവിനെ താറടിച്ച് വലിച്ചു കീറി പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുത്ത് സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ബിഷപ്പിന്റെ ക്വാളിറ്റിയെ തന്നെയാണ് അവിടെ ബാധിച്ചതും ചോദ്യം ചെയ്തത്. ഇനി എനിക്ക് തോന്നുന്നില്ല ഒരു റെസ്പെക്ട് ബിഷപ്പിന് കിട്ടുമെന്ന്. അറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കിച്ചു എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ബിഷപ്പിനെ പോലത്തെ ഒരു വ്യക്തി 10-24 വയസ്സായ ഒരു പയ്യൻ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഓക്കെ, ന്യായീകരിക്കാണ്ട് അവൻ ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പകരം വീണ്ടും തെറ്റിലേക്ക് അല്ലെങ്കിൽ അവൻ ഇനി ഇവിടെ ജീവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയല്ല ചെയ്യേണ്ടത്. എന്നെപ്പോലുള്ളവർക്കുള്ള ബോധം വിവരം പോലും ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇല്ല എന്ന് ചില സമയത്ത് എനിക്ക് തോന്നിപ്പോയി. ഓക്കെ, എൻ്റെ തെറ്റേണ്ട തെറ്റെന്ന് പറയണം, ശരിയേണ്ട ശരിയെന്ന് പറയണം, ഇല്ലെന്നേ പറയുന്നില്ല. പക്ഷേ ഒരു കൊച്ചു പയ്യൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്ത് കൊണ്ടാണോ നമ്മൾ കളിക്കേണ്ട കളി എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് ബിഷപ്പ് പോസ്റ്റ് പറ്റില്ല. You are working like a normal person. You are talking like a normal human. Normal person. Huh? What do you think? ഇങ്ങനൊക്കെ ചെയ്തുമ്പോൾ ഇങ്ങനൊക്കെ പറയുമ്പം God will support you? Never. God will be there with you? Never. You're giving pain for the souls. Oh, in your belief there is no souls, right? I believe too. You know who I am? Very soon you'll come to know who I am. Bishop, if you don't know about me, just go and check in these videos. Something you're waiting. Okay? Very clearly I said in my last video, don't go behind kitchen. കിച്ചന്റെ പിറകെ പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചന്റെ പിറകെ പോയാൽ anyone, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും what is going to happen for you all. Okay? ഓക്കെ, കിച്ചുവിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള രീതിയിലാണ് ഇവിടെ റൂഹിജാൻ പറയുന്നത്. ഇവര് അവരുടേതായ എന്തൊക്കെയോ ഒരു സംഭവത്തിൽ നിർത്തി അവർ പറയുന്നുണ്ട്, നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ അതുകൊണ്ടല്ല ഈ സാധനം എടുത്തിവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം ഇപ്പൊ റൂഹിജാൻ പറയുന്നത് കിച്ചുവിന്റെ പിറകെ പോണ്ട, പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ള രീതിയിലാണ്. ഞാൻ അതല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റൂഹിജാൻ ബിഷപ്പ് കിച്ചുവിന്റെ പിറകെ പോയതുകൊണ്ട് ഇനി ആരെങ്കിലും ഒക്കെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അതിലെനിക്ക് വലിയ യോജിപ്പില്ല. പക്ഷെ ഇവിടെ കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യന്റെ ഏജെങ്കിലും കൺസിഡർ ചെയ്തിട്ട് ഇപ്പം അവൻ മാത്രം ഒരിടത്തും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓക്കെ, അവനെ വളർത്തിയ രീതിയിലാണ് അവനിങ്ങനെ തൊലഞ്ഞു പോയത്. നല്ലൊരു ചെറുപ്രായത്തിൽ അവന് ഗുഡ് പാരന്റിങ് കിട്ടിയിട്ടില്ല. അവൻ്റെ അച്ഛൻ തന്നെ എങ്ങാണ്ട് വരുമ്പോഴാണ് അവന് ഫുഡ് പോലും കിട്ടിയിട്ടുള്ളത്. അതൊരു റൂമിൻ്റെ അകത്ത് അടത്തി കിടന്ന് അവൻ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അവൻ വഴിതെറ്റി അത്രയും ഒരു മെൻറ്റാലിറ്റിയിലോട്ട് അവൻ പോയിട്ടുണ്ടെങ്കിൽ ഈ സൊസൈറ്റിക്കാണ് അതിലൊരു പങ്ക്. ഓക്കെ, ഇന്ന് അവൻ തിരിച്ചറിവിൻ്റെ പ്രായമെത്തിയപ്പം അതെല്ലാം തെറ്റായിരുന്നു എന്നും എനിക്ക് നന്നായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹം വന്നു പൊതുസമൂഹത്തോട് പറയുമ്പോൾ അവൻ്റെ ക്വാളിറ്റി തന്നെ അവിടെ മാറി.
ഓക്കെ എന്ന് പറഞ്ഞ് പണ്ട് ചെയ്യുന്ന തെറ്റുകളെല്ലാം തെറ്റല്ലാണ്ടാകത്തില്ല. പക്ഷെ അത് തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കുക എന്നതാണ് നമ്മുടെ ക്വാളിറ്റി. ഓക്കെ, തിരുത്താൻ ഒരു അവസരം കൊടുക്കുക, അല്ലാണ്ട് അവനെ ഇനിയും പിടിച്ച് ക്രൂശിക്കുകയല്ല ചെയ്യേണ്ടത്. ജീവിതമുള്ള ഒരു പയ്യനാണ്. അപ്പം അവൻ ആരെങ്കിലും ഈ പണ്ട് മറ്റേ ഷഹാബിൻ്റെയൊക്കെ കേസുണ്ടല്ലോ, മറ്റേ സ്കൂളിൽ അടിയായി തല്ലി തീർത്ത് ഒരുത്തനെ തീർത്ത നഞ്ചക്കൊക്കെ വെച്ചിടിച്ച അതുപോലത്തെ കഴിവേറികളാണെങ്കിൽ തൂക്കി തീർക്കണം, അവനെ ഒന്നും വച്ചയക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവൻ അങ്ങനെ ആരെയും ഒരു ക്രിമിനലായി മാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവൻ ചെയ്തിട്ടുള്ള കുറേ മിസ്റ്റേക്കുകളുണ്ട്, അത് മാറ്റി അവനെ നല്ല ചീത്തയും പറഞ്ഞു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ക്വാളിറ്റി. ഓക്കെ, കൂടുതലായിട്ട് എനിക്കതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അല്ലാണ്ട് ബിഷപ്പിനെ പോലെയുള്ള ഒരു വ്യക്തി വന്നിട്ട് ഒരു പയ്യനെ പൊതു സമൂഹത്തിലോട്ട് ഇട്ട് ക്രൂശിക്കുമ്പോൾ എവിടെയാണ് നിങ്ങൾ ബിഷപ്പായതെന്ന് ഒരു ചോദ്യം ചോദിക്കേണ്ടി വരും സാധാരണക്കാരായ ജനങ്ങൾക്ക്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യുന്ന, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന, അതും സ്വന്തം കീശയിൽ നിന്നും എടുത്ത് സഹായിക്കുന്ന ഇത്രയും നല്ല മനുഷ്യത്വമുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് എന്ത് പറ്റി എന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ടായ റീസൺ? ഓക്കെ, ബാക്കി പറയാം. അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. റേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗാഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ, വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദുബായ്, വാട്ട് യു നോ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും റേണുവിന് അറിയുന്നത് പറയണം. ഇതുവരെ പറയാൻ തോന്നിയിട്ടില്ലല്ലോ. കരിഷ്മയാണോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? ഓക്കെ, അതായത് റൂഹിജാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കരിഷ്മ എന്ന് പറയുന്ന രേണുവിൻ്റെ മാനേജർ, അവരെ പറ്റിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ തപ്പിക്കൊണ്ടിരിക്കുക, കിട്ടട്ടെ, ബാക്കിയും കൂടിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് സ്പഷ്ടാക്കാം. അപ്പം രേണുവിന് കുറേ കാര്യങ്ങൾ അറിയാം. ഈ കരിഷ്മയിൽ ഒക്കെ ഉള്ള ഇവർ ദുബായ് ബേസ്ഡിൽ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രേണുവിന് അറിയാം. അപ്പം രേണു ഇത് തുറന്ന് പറയണം. രേണു ഇത് തുറന്ന് പറഞ്ഞാൽ മാത്രമേ അസുഖത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റൂ എന്നാണ് റൂഹിജാൻ പറയുന്നത്. റൂഹിജാൻ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ രേണു അതൊക്കെ തുറന്നു പറഞ്ഞാൽ മാത്രമേ, രേണുവിന് അറിയാവുന്ന പല രഹസ്യങ്ങളും തുറന്നു പറഞ്ഞാൽ മാത്രമേ രേണുവിന് ഈ അസുഖത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റൂ എന്നാണ് റൂഹിജാൻ പറയുന്നത്. എന്നാൽ ഈ കരിഷ്മയുമായി റിലേറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് പൊതുസമൂഹം ഇന്നല്ലെങ്കിൽ നാളെ അറിയും എന്നതാണ് മറ്റൊരു വാസ്തവം. കാരണം ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ദുബായിലോട്ടൊക്കെ പല, ഞാൻ ഇപ്പോൾ പറയുന്നില്ല, സമയമാവട്ടെ, എൻ്റെ തെളിവുകളും കൂടി കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാനത് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കരിഷ്മയാണോ ഇവിടെ രേണുവിനെ പറയാതിരിക്കാൻ തടയുന്നതെന്നാണ് റൂഹിജാൻ്റെ ക്വസ്റ്റ്യൻ. എന്തായാലും നോക്കാം. റിഫ കേസുമായി ബന്ധപ്പെട്ടും കുറേ കാര്യങ്ങളൊക്കെ ഈ റൂഹിജാൻ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് എവിടെയോ ഒന്ന് ഇടിച്ച് നിൽക്കും. ഇത് എങ്ങോട്ടുള്ള പോക്കാണെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല. കരിഷ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, സാത്താൻ സേവ സംതിങ് ഷീ ഡസ്, ഡു എവറിത്തിങ് കരിഷ്മ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെയ്യും. യു വിൽ സീ. കരിഷ്മയോടും റേണുവിനോടാണ് ഞാൻ ഈ പറയുന്നത്. അറിയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് പറഞ്ഞു. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നേരത്തെ പറയുന്നതല്ല, കുറെ കൊണ്ടുപോകില്ല ഇങ്ങനെ. Got it? Bishop, you are the one who disturbed me now. I was working and the workplace എനിക്ക് ഡിസ്റ്റർബൻസ് തന്നത് ബിഷപ്പാണ്. ഈ ഡിസ്റ്റർബൻസ് എനിക്ക് തന്നതിന് ബിഷപ്പ്, you don't think that I will leave you free. ഇനി ആ പൊസിഷനിൽ ഇരുന്നിട്ട് എത്ര നാൾ പോകും നമുക്ക് കാണാം. യു സീ ദാറ്റ് ആ പൊസിഷനിൽ ഇരിക്കുന്ന ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി അതെന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത്. വൈ യു ടോക്കിംഗ് ലൈക്ക് എ ഹ്യൂമൻ, നോർമൽ ഹ്യൂമൻ ബീയിങ്? അതായത് ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ബിഷപ്പിനെ പോലത്തെ ഒരു വ്യക്തി ഇങ്ങനെ കാണിച്ചതിനെ പറ്റിയിട്ടാണ് ഇവിടെ റൂഹിജാൻ പറയുന്നത്. കാരണം റൂഹിജാൻ പറയുന്ന ആ ഒരു ശൈലിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ എവിടെ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ റൂഹിജാൻ പറയുന്നുണ്ട്. എന്തോ എനിക്ക് റൂഹിജാന്റെ സംസാരത്തിൽ നിന്നും എന്തോ ഒരു എനർജി എവിടെ എന്തൊക്കെയോ. ഓക്കെ, എന്തായാലും ബിഷപ്പിന് പണി കിട്ടും എന്നുള്ള രീതിയിലാണ് റൂഹിജാൻ പറയുന്നത്. നമുക്ക് നോക്കാം. ബിഷപ്പിന് പണി കിട്ടണമെന്നൊന്നും ഞാൻ പറയത്തില്ല. തെറ്റ് തിരുത്താൻ പറ്റുവാണെങ്കിൽ ഒന്ന് തിരുത്തിയേക്ക്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റൊന്നുമല്ല. അത് നമുക്ക് നാണക്കേടും വിചാരിക്കേണ്ട. കാരണം ബിഷപ്പ് റോങ് പേഴ്സൺ ആയിപ്പോയി ഈ ഒരു കാര്യത്തിൽ. വളരെയധികം റോങ് പേഴ്സൺ ആയിപ്പോയി. ഓക്കെ, You don't deserve that anymore. Beginning when you was talking towards Reno, our time എനിക്ക് മനസ്സിലായതാണ്, this bishop is not holy. You are not holy. എന്താ വിചാരിച്ചത്? എല്ലാവരും ഫാദറും ബിഷപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെവനിൽ എത്തുന്നു, ഗോഡിനെ കാണാൻ പറ്റുന്നു, ഗോഡിന്റെ പ്രസൻസ് കിട്ടുന്നു, ഇതൊക്കെയാണോ വിചാരിക്കുന്നത്? എല്ലാവരും ഹോളി ആണെന്നോ? നോ വേ മാൻ, നോ.
Huh? And you are not, especially you, Bishop, you are not holy. Okay? ഇനി ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ ഈ സെക്കൻഡ് ഫ്രം ഹിയർ ടു നെക്സ്റ്റ് യു സീ ഹൗ യു ആർ മൂവിങ് ഫോർവേഡ് യുവർ ലൈഫ്. വെരി സൂൺ ആ ബിഷപ്പിന്റെ പൊസിഷൻ എടുത്തു മാറ്റും. ഓക്കെ? ഇവിടെ റൂഹിജാൻ പറയുന്നത് ബിഷപ്പിന്റെ പൊസിഷനിലൊന്ന് തന്നെ എടുത്തു മാറ്റപ്പെടും എന്നാണ് പറയുന്നത്. നമുക്കറിയില്ല അത് റൂഹിജാൻ പറയുന്നത് സത്യമായി കഴിഞ്ഞാൽ റൂഹിജാൻ പറയുന്ന എല്ലാം സത്യമാണ് വിശ്വസിക്കേണ്ട ഒരു ഗതി, മീൻസ് ഒരു സിറ്റുവേഷനിലോട്ട് പോകും. സിറ്റുവേഷനിലോട്ട് പോകും. അപ്പോൾ നോക്കാം. അപ്പോൾ ബിഷപ്പിന്റെ പൊസിഷൻ വരെ നഷ്ടപ്പെടും എന്നുള്ള രീതിയിലാണ് ഇവിടെ റൂഹിജാൻ പറയുന്നത് കിച്ചുവിനെതിരെ സംസാരിച്ചത് കൊണ്ട്. എന്തായാലും നോക്കാം. ബിഷപ്പ് ആ കുട്ടിയുടെ ക്വാളിറ്റി വിളിച്ച് പറയുന്നത് കേട്ടു ഞാൻ. ബിഷപ്പിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണ്ട. റേണു, ഫൈനൽ ചാൻസ് റേണു അതിന് ഒരാളുടെ പിറകെ പോവാൻ നിൽക്കരുത് റേണു. ഓക്കെ, ബിഷപ്പിന്റെ ക്വാളിറ്റിയെ വരെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ റൂഹിജാൻ. എവിടെയോ ഒരു ചീഞ്ഞ നാറ്റം അടിക്കുന്നുണ്ട്. രേണുവിനും ഫൈനൽ ചാൻസ് കൊടുക്കുന്നുണ്ട്. അതായത് അറിയാവുന്ന സത്യങ്ങൾ തുറന്ന് പറ രേണു എന്നാണ്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഈ കരിഷ്മയുമായിട്ട് റിലേറ്റഡ്, പ്രത്യേകിച്ച് കരിഷ്മയെ കുറിച്ചിട്ട് ഞാൻ കേട്ട വാർത്തകളൊന്നും നല്ലതല്ല, ഒട്ടും നല്ലതല്ല. അപ്പോൾ ഈ കരിഷ്മയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളടക്കം രേണുവിന് എന്തൊക്കെയോ അറിയാം, അതൊക്കെ തുറന്ന് പറ രേണു. ഓക്കെ, പിന്നെ കിച്ചു മുറുകെ പിടിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, ദ്രോഹിക്കാതെ ഇരുന്നൂടെ രേണു അന്ന് പറഞ്ഞ് അങ്ങ് പോയി, ആ വഴിക്ക് പിന്നെ പോയി. ഇപ്പം രേണുവിൻ്റെ പിൻഗാമികൾ, സുഹൃത്തുക്കൾ, ബിഷപ്പിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് രേണുവിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. രേണു അന്ന് പറഞ്ഞ് അതങ്ങ് പോയി. അതിനുശേഷം വന്നിട്ട് മറ്റേ അൻഷാദ് പാല എന്ന് പറഞ്ഞാൽ യാതൊരു തന്തയില്ലാത്തവൻ, അവൻ ഒരുത്തം വന്ന് സംസാരിച്ച് അടുത്തതാണ് ഇപ്പം ബിഷപ്പ്. ഇനി ആരൊക്കെ രേണുവിന് വേണ്ടിയിട്ട് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം. ബാക്കി രേണുവിന്റെ മകന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഋതപ്പന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, if you want to live with your son, Renu, change yourself. You have to change yourself. പറയാനുള്ളതെല്ലാം പറ. കരിഷ്മയാണ് വായ പൂട്ടിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും തീർക്കും. കേട്ടല്ലോ? നോട്ട് ഓൺലി യു റേണു കാണും ബിഷപ്പിന് എന്ത് സംഭവിക്കുന്നു, കരിഷ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു, എല്ലാം ഞാൻ റേണുവിനെ കാണിച്ചുതരാം. ഓക്കെ റേണു? എന്നിട്ട് റേണു വാ തുറക്ക്. I will give you time till then. Renu, Bishop is a bishop. എന്ത് പറഞ്ഞാലും ബിഷപ്പിനൊന്നും ആവില്ല. Renu, then Karishma is doing something. Seva, I don't know what is that. എല്ലാവരും പ്രേർ ചെയ്യും. ഞാൻ ഈ മെസ്സേജസ് പറയുന്നുണ്ടെങ്കിൽ അത് എവിടുന്നാ വരുന്നതെന്ന് വെരി സൂൺ റേണു ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ റേണു? ഓക്കെ. ഇനി ടൈം കൂടുതലില്ല റേണു. I'm seriously telling, if you want to come back to your life, the son, only and only one son, read the pen. Open yourself. ടൈം കൂടുതൽ തരില്ല റേണു. അല്ല, ഇതുപോലെ ഓരോ ആൾക്കാരെ ഇറക്കാനാണ്. If you're thinking, if you're planning, you and your family, I'll show you very soon. ഓക്കെ, ഇതുപോലെ ഓരോ ആൾക്കാരെ ഇറക്കി വീണ്ടും പണിയാനാണ് രേണുവിൻ്റെ പ്ലാനിങ് എങ്കിൽ പണി പാലം വെള്ളത്തിൽ കിട്ടുമെന്നാണ് ഇവിടെ റൂഹിജാൻ പറയുന്നത്. അതുപോലെ ബിഷപ്പിനും കരിഷ്മയ്ക്കും ഒക്കെ ഉള്ള പണി അധികം വൈകാതെ തന്നെ കിട്ടുമെന്നാണ് റൂഹിജാൻ ഇവിടെ മറ്റൊരു ഒരു ആരോപണം കൂടി വയ്ക്കുന്നത്. ഇതെല്ലാം നോക്കാം. റൂഹിജാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും നടക്കുമോ? ഈ പറയുന്ന ബിഷപ്പിന് പണി കിട്ടുക, അല്ലെങ്കിൽ ഈ പറയുന്ന റൂഹിജാന് പണി കിട്ടുക, കരിഷ്മയ്ക്ക് പണി കിട്ടുക, എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൂഹിജാൻ പറയുന്നതിലോട്ട് കഴമ്പുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകും. നോക്കാം. ബിഷപ്പിന്റെ സ്ഥാനം വരെ ചിലപ്പോൾ പോയേക്കാം എന്നാണ് റൂഹിജാൻ പറയുന്നത്. ബിഷപ്പ് നിങ്ങളുടെ ആ അത്രയും വലിയൊരു സ്ഥാനത്തിരുന്നും കൊണ്ട് കാണിച്ചിട്ടുള്ളത് വെറും മണ്ടത്തരമാണ്. എന്തായാലും ഇനിയെങ്കിലുമൊക്കെ കുറച്ച് ചിന്തിച്ച്, പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യം കുറച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്യണം. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ബിഫോർ ഡൂയിങ്, മേക്കിംഗ് ബിഫോർ ഡൂയിങ് എന്നാണ് പ്ലാനിങ്ങിനെ പറയുന്നത്. അപ്പോൾ നമ്മളത് കുറച്ച് ചിന്തിച്ച് പെരുമാറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് കരയേണ്ടി വരും. അതുകൊണ്ട് ആലോചിച്ചും കണ്ടൊക്കെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും രേണുവിന് എല്ലാം മാറി അടിപൊളിയായിട്ട് സുഖമായിട്ട് വരട്ടെ. കൂടുതലായിട്ട് ഞാനൊന്നും വിവരിക്കാൻ നിൽക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ്.